2020 വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമായിട്ടുള്ള കൊച്ചിയിൽ പ്രധാനമന്ത്രി എത്തി ഒരു തെരഞ്ഞെടുപ്പിന്റെ നാന്ദി കുറിക്കുന്ന ഒരു വേദിയിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. UDF-ന്റെയും LDF-ന്റെയും പേരെടുത്ത് പറഞ്ഞ അഴിമതി കാര്യങ്ങൾ ഓരോന്ന് ചൂണ്ടിക്കാട്ടി പ്രസംഗിക്കുന്നു. NDAയുടെ ഭാഗമായിട്ട് 2020 ഇത് രണ്ടാമത്തെ വേദിയാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഒരു പൊതുവേദി. എന്താണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ താങ്കൾ കരുതുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കും? ഇത് ഈ കേരളം മാറണമെന്ന് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം വളർന്നുകൊണ്ടിരിക്കുക. അവിടെ 6 വരി പാതയെപ്പറ്റിയല്ല 8 വരിയും 10 വരിയും 12 വരിയെ പറ്റി സംസാരിക്കുന്നു. കേരളം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഇന്ത്യ മൊത്തമായിട്ട് വളരുന്ന സമയത്ത് കേരളം മാത്രം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും ഈ രാജ്യത്തിന് നല്ലതല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്രമാത്രം താല്പര്യം ഈ കേരളത്തിനോട് എടുക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ജനങ്ങൾ മനസ്സിലാക്കി ഇത്തവണ വലിയൊരു മാറ്റം വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ NDAയുടെ ഈ വേദിയിലേക്ക് ഞങ്ങൾ കണ്ടു 2020 ഒരുപാട് പ്രവർത്തകർ എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ ആദ്യം 2020 NDAയുടെ ഭാഗമാകുമ്പോൾ ഉയർന്നു കേട്ട പ്രധാന കാര്യം NDAയുടെ ഭാഗമാകുന്നത് 2020 പ്രവർത്തകരിൽ ഒരു വലിയ വിഭാഗത്തിന് വിയോജിപ്പുണ്ട് എന്നുള്ളതാണ്. അതൊരു ഏകപക്ഷീയ തീരുമാനമായിരുന്നു എന്നുള്ള വിമർശനം പൊതുതലത്തിൽ ഉയർന്നിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പക്ഷേ ഇന്ന് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യസന്ധമാണ്, ഞങ്ങൾ കണ്ടതുമാണ്. അപ്പോൾ ഈ മുഴുവൻ പ്രവർത്തകരും എത്തിക്കാൻ കഴിഞ്ഞോ ഈ വേദിയിലേക്ക്? ഞങ്ങൾ എത്രയാണോ, കാരണം ഇതിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ടത്. അപ്പോ ഇന്നിപ്പോ എനിക്ക് തോന്നണേ ഞങ്ങളുടെ വന്ന പ്രവർത്തകരിൽ ഏതാണ്ട് പകുതി ആളുകൾക്കും അകത്തേക്ക് കയറാൻ സാധിച്ചില്ല. അപ്പോ അത്രമാത്രം ആളുകൾ കൂടി എന്നുള്ളതാണ്. ഞങ്ങൾ എത്രയാണോ നമ്പർ ഇട്ടത് 250 ബസ്സുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഓരോ ബസ്സിലും 55 പേര് മിനിമം ഉണ്ടാവണമെന്ന് പറഞ്ഞു. എല്ലാ ബസ്സിലും 55 മേലെ ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാളും പോലും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണത്. അത് തന്നെയല്ല ആദ്യ അവസാനം വരെ വളരെ അച്ചടക്കത്തോടു കൂടി ഒരാൾ പോലും എഴുന്നേറ്റ് പോകാതെ പൂർണ്ണമായിട്ടും അവിടെ ഇരുന്നു എന്നുള്ളതാണ് ആ പാർട്ടിയുടെ അച്ചടക്കം കാണിക്കുന്നത്. ഓക്കെ, തെരഞ്ഞെടുപ്പ് വരുന്നു. 2020 എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. അത് ഇനിയും തീരുമാനമായിട്ടില്ല. ഇതിനെപ്പറ്റി ചർച്ചകൾ നടക്കുന്നു. കാരണം ഇത്രയും ഘടകകക്ഷികൾ ഉള്ളപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടായിരിക്കണമല്ലോ ഒരു തീരുമാനം വരേണ്ടത്. അപ്പൊ അത് ഇപ്പോ ആദ്യ ലിസ്റ്റ് തയ്യാറായി. ആ ലിസ്റ്റ് ഡൽഹിക്ക് പോയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് അവർക്ക് ചില രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ എല്ലാ അഭിപ്രായവും എല്ലാവരെയും കണ്ട് മനസ്സിലാക്കി ചോദിച്ച് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒരു തെരഞ്ഞെടുപ്പിലായിരിക്കും പോകുന്നത്. എറണാകുളം ജില്ലയെ കേന്ദ്രീകരിക്കാനുള്ള ആഗ്രഹമുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇപ്പോ നമ്മള് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും തന്നെ എല്ലാ ജില്ലയിലും തന്നെ മത്സരിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണുള്ളത്. ശരി, ഒരു കാര്യം കൂടി. താങ്കൾ വേദിയിൽ പ്രസംഗിച്ചപ്പോൾ ഈ ക്രിസ്ത്യൻ സഭകൾക്കിടയിലെ തർക്കം, ഓർത്തഡോക്സ് യാഥാവായ തർക്കം പരിഹരിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയും എന്നൊരു പരാമർശം നടത്തുന്നുണ്ടായി. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഒരു ക്രിസ്ത്യൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിലൊരു പരിഹാരത്തിലേക്ക് വരുമെന്ന് പറയാനുള്ള കാരണം? ഇതില് ക്രിസ്ത്യൻ സഭകളിൽ ഒന്ന് ഈ ഓർത്തഡോക്സും യാക്കോബൈറ്റ്സുമായിട്ട് 114 വർഷമായിട്ട് തുടരുന്ന ഒരു തർക്കം. ഇത് വളരെ പണ്ടേ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു. ഇത് ഒരുപാട് പേര് ഇതുകൊണ്ട് പീഡനം അനുഭവിച്ചിട്ടുണ്ട്. വിശ്വാസികളാണ് ഇതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നത്. അപ്പോ ഇത് ഇവിടെ ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാര് LDF-ന്റെ ആയിക്കോട്ടെ UDF-ന്റെ ആയിക്കോട്ടെ അവര് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം പണ്ടേ പരിഹരിക്കപ്പെട്ടു പോയേനെ. പക്ഷേ അവര് എപ്പോഴും ഈ പറയുന്ന 2 ആട്ടിൻമുട്ടന്മാരെ തമ്മിലിടിപ്പിച്ച് അതിനിടയ്ക്ക് നിന്ന് രക്തം കുടിക്കുന്ന ചെന്നായ്ക്കളായി മാറി എന്നുള്ളതാണത്. അല്ലെങ്കിൽ ഇവിടെ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സാറ്, അല്ലെങ്കിൽ ഇപ്പോൾ 10 വർഷമായിട്ട് ഭരിച്ച പിണറായി വിജയൻ, ഇവര് വിചാരിച്ചിരുന്നെങ്കിൽ, ഇവര് അല്പമെങ്കിലും ആത്മാർത്ഥത അതിൽ കാണിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം പണ്ടേ പരിഹരിച്ചേനെ. ഇപ്പോൾ LDF സർക്കാർ ബില്ല് കൊണ്ടുവരുന്നുണ്ടല്ലോ. അങ്ങനെ ഇനി ബില്ല് കൊണ്ടുവരാനൊന്നുമില്ലല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ. ഇപ്പൊ 10 വർഷം കഴിഞ്ഞിട്ടല്ലല്ലോ ഇതിനെപ്പറ്റി കൊണ്ടുവരുന്നത്. ഇപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇത് പ്രധാനമന്ത്രി ഇടപെട്ടാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കൂ. കാരണം 2 കൂട്ടർക്കും സമ്മതമായിട്ടുള്ള ഒരു ഫോർമുല കൊണ്ടുവരണം. ഇത് ആരെയും വേദനിപ്പിച്ചുകൊണ്ടാവരുത്. ആ ഒരു ഫോർമുലയ്ക്ക് എത്താൻ കഴിഞ്ഞു അന്നത്തെ ചർച്ചയിൽ? അല്ല, അന്നത്തെ ചർച്ച എന്ന് പറയുന്നത് ഈ പ്രശ്നം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു, പ്രധാനമന്ത്രി ഇടപെടണം എന്നുള്ളൊരു ആവശ്യമാണത്. അദ്ദേഹം ഇടപെടുന്നു. ഇപ്പോ എനിക്ക് തോന്നുന്നത് ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ ന്യൂനപക്ഷ മന്ത്രി ഇതിനായിട്ട് ഇവിടെ എത്തും. അദ്ദേഹത്തിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രശ്നം ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, അതായത് 114 വർഷമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ കേന്ദ്രം ഇടപെടുന്നു ഈ വിഷയത്തിൽ ഉടൻ തന്നെ? അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി ന്യൂനപക്ഷ മന്ത്രിയെ ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത്.
അദ്ദേഹം എന്നാണ് വരുന്നത്, മിക്കവാറും 14 അല്ലെങ്കിൽ 15 ഡേറ്റ് അനുസരിച്ച് ഇവരുടെയൊക്കെ സൗകര്യം അനുസരിച്ച് ഇരു കൂട്ടരുമായിട്ട് സംസാരിച്ച് അതിനുശേഷം രണ്ടുപേർക്കും കൂടി അംഗീകരിക്കുന്ന, അതായത് ആരെയും വേദനിപ്പിക്കാതെ രണ്ടുപേരെയും ഒരുപോലെ നീതിപൂർവം പരിഗണിച്ച് ഒരു തീരുമാനമെടുക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ശരി, ഓക്കെ. വളരെ നന്ദി ശ്രീ സാബ് ജേക്കബ് പ്രതികരിച്ചതിന്. എന്തായാലും ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ ഒരു സമവായത്തിനുള്ള ശ്രമം അവിടെ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഇപ്പോൾ NDA വേദിയിൽ 2020 കൺവീനർ വ്യക്തമാക്കുകയുണ്ടായി. നേരത്തെ ആജ്ഞയ്ക്ക് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള പരാമർശങ്ങൾ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായി. കൃത്യമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രസംഗങ്ങളും വാക്കുകളും തന്നെയായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ടാകാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അഴിമതി നടത്തുന്നതിലും വികസനം നടത്തുന്നതിലും വ്യവസായം തകർക്കുന്നതിലും LDFും UDFും ഒരേപോലെ പങ്കാളികളാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പരാമർശം. മറ്റൊന്ന്, UDF കാലത്ത് അഴിമതി ചർച്ച, LDF കാലത്ത് CMR, ശബരിമല സ്വർണ്ണക്കൊള്ള, ഇതെല്ലാം വിഷയമാക്കി വന്നു, ഇതിന്റെ ഭാഗമാക്കി എന്നുള്ളതൊക്കെ ഈ പ്രസംഗത്തിൽ എടുത്തു പറയണം. എന്താണെങ്കിലും രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമങ്ങളെ കോൺഗ്രസും CPMും തകർക്കാൻ ശ്രമിക്കുന്നു. വികസിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കാനുള്ള കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.